everyone, welcome back to my channel. ഇത് നമ്മുടെ അപ്പാർട്ട്മെന്റിൽ നടന്ന ഡാൻഡിയ സെലിബ്രേഷൻ ആണ്. അപ്പോൾ അന്ന് നൈറ്റ് ഞാൻ അത് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ആതിരയുടെ അടുത്തേക്ക് പോകണമായിരുന്നു. ആതിര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈശാഖിൻ്റെ സിസ്റ്റർ. അപ്പോൾ ഇത് കാണിക്കുന്നത് അവൾ ഓൺ ദ വേ ആണ്, അവളുടെ അപ്പാർട്ട്മെൻറ്റിലെത്തി. അവർ നാട്ടിലേക്ക് പോവുമായിരുന്നു. സോ അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നതാണ്. ഒരു ദിവസം അവിടെയായിരുന്നു സ്റ്റേ. ഹലോ, അപ്പോൾ നമ്മൾ ആതിരയുടെ അടുത്ത് എത്തി. നമ്മൾ ലിഫ്റ്റിൽ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. അവൾ കൊച്ചിനെ പിടിച്ച് ഉറക്കാൻ നോക്കി. നമ്മൾ പറഞ്ഞു ഉറക്കരുത്, ചവിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചിനെ ഉറക്കാണ്ട് കുളിപ്പിച്ച് റെഡിയാക്കി സുന്ദരിയാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ദിസ് ഇസ് ദി അളിയൻ, മിസ്റ്റർ അബിയേട്ടൻ. ഞങ്ങൾ വീഡിയോ പിടിക്കുന്നുണ്ട്. ഇതാണ് അവരുടെ വീട്. ഇങ്ങനെ വിളിക്കുന്നത് ഞങ്ങളുടെ അളിയത്തിയാണ്. ചായ ബാഗ് കാണിക്കല്ലോ. ചായോ കാക്ക എവിടെ? ചായോ കാക്ക. സായോ ചായ. ആര് വന്നത്? സായോ. ആര് വന്നത്? സായവേ. ആട് വന്നത്? സായപ്പണേ. ആട്. അവളുടെ കുട്ടി കുട്ടി കുരുപ്പത്തരം ഓൾറെഡി പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് അറിയാട്ടോ, പക്ഷെ ഞാൻ അതാ ഉദ്ദേശിച്ചത്. ചിങ്ക എങ്ങനെ കറിയുന്നത്? പശുവിന്റെ എങ്ങനെ കറിയുന്നത്? ബൊബ്ബ എങ്ങനെ കറിയുന്നത്? പൂച്ച പൂച്ച. ക്യാറ്റ് എങ്ങനെ കറിയുന്നത്? അതേത് ക്യാറ്റ്? ഞാൻ കണ്ടില്ലല്ലോ. അത് ഏത് ക്യാറ്റ് സായോ? ചില സമയത്ത് പാമ്പ് എങ്ങനെ കരുതുന്ന ചോദിച്ചാ സായോ എങ്ങനെ കരുതുന്നേ? വെരി ഗുഡ്. നാക്ക് 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 എവിടെ? സൈഡ് നാക്ക്. പല്ല് 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 ഇവിടെ. പൊട്ടുണ്ടോ? അവിടെ പൊട്ട് അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇത് നമ്മൾ സ്ഥിരം അവളോട് ചോദിക്കാറുള്ളത്, കണ്ണ് മൂക്ക് നാക്ക് ഒക്കെ ചോദിക്കാറുള്ളത്. സോ ദാറ്റ് അവൾ അത് പഠിച്ച് അവളത് പറയും. അവളൊരു ഇച്ചിരി ഫാസ്റ്റ് ലേണർ ആണ്. കാരണം അവൾ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം തന്നെ പറയും. എന്നിട്ട് അവൾക്ക് 1 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന. അതല്ല ഞാൻ പറഞ്ഞത്. സായോ സായോ തല എവിടെ? സൈഡ് തല. കാല് എവിടെ? കാല്. സായോ ചെവി എവിടെ? ചെവി. ഒട്ടകം എവിടെ? ഒട്ടകം. മാറി മാറി ഒട്ടകത്തിനെ കാണിക്കാൻ പോയതോള്. ഒട്ടകത്തിനെ കാണിക്കാൻ പോവാ. ഒട്ടകം എവിടെ? ഒട്ടക. ഹലോ, ഗുഡ് മോർണിംഗ്. യെസ്, നമ്മളിപ്പോൾ എണീറ്റ് വന്നിട്ടേ ഉള്ളൂ. സമയം 9:45, 9:50. എണീറ്റു. ഇനിയിപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യണം പാക്ക് ചെയ്യാൻ. കാരണം ആതിരയും അബിയേട്ടനും വാവയും കൂടി നാളെ നാട്ടിൽ പോവാം. അവർ1 മാസത്തേക്ക് ഇവിടെ ഇല്ല. എന്തൊക്കെയോ പരിപാടികളുണ്ട് അവർക്ക്. അപ്പോൾ നമുക്ക് അവരെ ഇന്ന് പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. തന്നെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ് പണിയെടുക്കാനിരിക്കുന്ന വൈശാഖ്. ഹായ്. അയ്യോ, ഉറക്കപ്പിച്ച് എന്ത് ചെയ്യണോ?
ആ ഇല്ല പുള്ളി ഓക്കെ നമുക്ക് പോവാമേ. ദോശപ്പാപ്പം തന്നെ സായി ഞാൻ എടുത്തരണം ഞാൻ എടുത്തരാം. അതിൽ പൊക്കി നോക്കണ്ട ഒന്നുമില്ല. ചായ പാപ്പാണി അത് എന്നാ തിന്നോ. കണ്ട ഇങ്ങനെ കാണാനല്ലോ അവള്. കഷ്ണാക്കി തരണേ. അതിലും എനിക്ക് ഇങ്ങനത്തെ ഒരു ദോശ ഉണ്ടായി തരും, മൊരിഞ്ഞ ദോശ. എനിക്ക് ഇങ്ങനത്തെ ഒരു മൊരിഞ്ഞ ദോശ ഉണ്ടായി തരുമോ? ഓ സ്കിൽഡ് വർക്കറാണ്. മൊരിയാത്ത ദോശ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല അത്ര. എന്റെ പൊന്ന സായം നിനക്ക് പരീക്ഷ ഉണ്ടോ നാളെ? ഇതിന്റെ ഒന്ന് കണ്ണെങ്കിലും ചുമ്മിടക്ക്. ഓഹോ ആ പ്ലേറ്റിൽ നോക്കി തിന്നെ. അമ്പായോ അതാര് അല്ലേ? ബാക്കി മാമ തിന്നുവേ. എന്റെ അമ്മേ ഒന്ന് പ്ലേറ്റിൽ നോക്കുവോ? പാപ്പാ കുഞ്ഞെ വൈഷു കോക്കോ മെലൺ അങ്ങ് ഓഫ് ചെയ്തേ. ആ സായു കഴിക്കട്ടെ. പിച്ചി പിച്ചി ഇത്രയായി. ശവള തിന്നണില്ല. പോട്ടെ കേറട്ടെ അങ്ങോട്ട്. ഈ മൊയലൊക്കെ കഴിക്കുന്ന പോലെയാണ് വെലിഞ്ഞു വെലിഞ്ഞു പോണെ. ഈ കുട്ടി മൊയളെ. നമ്മളുടെ ഷെഫ് പിള്ളേ ബാംഗ്ലൂർ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകാനുള്ളൊരു ആലോചന ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും ലഞ്ചിന്. കാരണം അവർ പോവാണല്ലോ, ഒരു മാസത്തേക്ക് ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതൊരു 17 കിലോമീറ്റേഴ്സ് ദൂരെയായിരുന്നു ആതിരയുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ സായുവിനാണെങ്കിൽ കുറച്ച് നേരം കാറിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അവള് ഛർദ്ദിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ വൈഷു സജസ്റ്റ് ചെയ്തു. പക്ഷെ ആതിര പറഞ്ഞു നമുക്ക് തിരിച്ച് വന്നിട്ട് പോവാം, കാരണം ഇപ്പോൾ അവൾക്ക് ഛർദിൽ വരുമായിരിക്കും അങ്ങനെ. അപ്പോൾ ആ ഡിസ്കഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആങ്ങളെയും പെങ്ങളും നമ്മൾ മര്യാദയ്ക്ക് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. സമ്മതിക്കൂല. അപ്പോൾ പോയി ഉപദ്രവിക്കണം. മാറടാന്നൊക്കെ കിട്ടൂട്ടോ അവളുടെ കയ്യിന്ന്. അവളുടെ ദോശ കെട്ടുന്നത് നമുക്ക് പേടിയാ. ഗുഡ് ഗേൾ. കാർലി എന്താണ് എടുത്ത് എറിയണേ സായു? ഇത്ര സ്നേഹിക്കണ്ട. ചട്നി എടുക്ക്. അതെ വൃത്തിയോടെ വരുന്നു. പാവ സ്ത്രീ വന്ന് ഉണ്ടാക്കിയിട്ട് ഇവളൊരു തേങ്ങ ഉണ്ടാക്കാറില്ല എന്നുള്ള സത്യം മനസ്സിലാക്കണം. അപ്പോൾ ഇവള് വെള്ളം കുടിക്കാൻ നോക്കുകയാണ്. പക്ഷെ പാസിഫയർ വായി നൂരാനും വയ്യ. എന്നിട്ട് അവള് കഷ്ടപ്പെട്ട് മൂക്കിലൂടെയൊക്കെയാണ് കുടിക്കാൻ നോക്കണേ. അപ്പോൾ എടുത്ത സീനാണിത്. അവൾക്ക് മനസ്സിലാവണില്ല അവള് പാസിഫയർ ഊരിയാലേ അവൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പം ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. അപ്പോൾ നമ്മൾ തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരും. ഞാൻ എന്ത് ചെയ്യും ഓർഡർ. ഹായ് ഹലോ ഹലോ ഗൈസ്. സായി ചെയ്യുന്നുണ്ട്. അവളാരും കാണണില്ലെന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാ ദോശയും താഴെ കിടപ്പുണ്ട്. സായി കഴിക്കുമോ ഒന്ന്? അവക്ക് നോക്കുന്നത് മനസ്സിലാവാനുണ്ട്. കള്ളത്തരം കണ്ടുപിടിച്ചോളാണോ? സായി തിന്നണുണ്ട് സായോ. കോക്കോമെലൺ ഓഫ് ചെയ്യണേ. ശരി. അഭിയച്ച കോക്കോമെലൺ ഓഫ് ചെയ്ത സായി കഴിക്കണില്ല.
കേട്ടോ സാധനം. കഴിഞ്ഞ ഇപ്പോൾ ഇപ്പോഴേ ഇങ്ങനെ കള്ളത്തരാണെങ്കിൽ സ്കൂളിൽ പോകാറാകുമ്പോൾ ഇപ്പോൾ എന്താവും? അമ്മയ്ക്ക് ഓടി വന്ന് ഹഗ് തരുന്നുണ്ടോ? ഇപ്പൊ ഒരാള് ഉണ്ടായിരിക്കുന്നെ, ഒരാളിപ്പോ ഒരാളിപ്പോ ഓടി ഓടി നിക്ക് അമ്മ പറയട്ടെ. ഇപ്പൊ അമ്മയ്ക്ക് ഓടി ഓടി വന്ന് ഹഗ് തരുന്നേ ഒരാള്. സായുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് അവരുടെ സ്വിമ്മിംഗ് പൂളിലേക്കാണ്. സായുവിൻ്റെ ഫസ്റ്റ് സ്വിമ്മിംഗ് ലെസണിന്. അവൾ ഇതിനു മുന്നേ കിഡ്സ് പൂളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ അവിടെ അവൾക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇപ്രാവശ്യം അഡൽട്ട്സ് പൂളിൽ ഇറങ്ങിയപ്പോഴാണ് അവൾക്ക് പ്രോപ്പർലി സ്വിമ്മിംഗ് ലെസൺ പോലെ ആയത്. അപ്പം നമ്മൾ കുറച്ച് നേരം സ്വിമ്മിംഗ് പൂളിൽ ടൈം സ്പെൻഡ് ചെയ്തു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വിമ്മിംഗ് പൂളിൽ പോകണേ. അവൾ അവിടുന്ന് വരുവേയില്ല. ഇപ്രാവശ്യം പോയപ്പോഴത്തേക്കും അവളെ എടുക്കാൻ നേരത്ത് അവൾ ചീറി പൊളിച്ച് ഇറങ്ങാൻ നേരത്ത് എന്നിട്ട് എത്തോടെ പോകുന്നു. എടുത്ത് പൂളിലിടാം, എടുത്ത് ചിൽഡ്രൻസ് പൂളിലിടാം. സായൊരു ഫ്ലൈങ് കിച്ചി തന്നെ അമ്മയ്ക്ക്. ഇവിടെ അഭിയേട്ടന് ഇത്തിരി ടെൻഷനായിരുന്നു കൊച്ചിന് എൻ്റെ കയ്യിൽ തരാൻ. കാരണം ഓൾറെഡി അവൾ ഫസ്റ്റ് ടൈം പൂളിൽ. അപ്പോൾ എനിക്ക് അവളെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഭയങ്കര പേടി. അതുകൊണ്ടാണ് പുള്ളി എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അച്ചോ ഭയങ്കര സ്വീറ്റായിരുന്നു, പാവം. എന്നിട്ട് അപ്പം തന്നെ എൻ്റെ കയ്യിൽ മേടിച്ചു വിട്ടോ കൊച്ചിനെ. ഇല്ല അവളുടെ ഇത്തിരി മുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് മുട്ടിയിട്ടൊന്നുമില്ല, പക്ഷെ പുള്ളിക്കൊരു ടെൻഷൻ. അപ്പോൾ കൊച്ചിനെ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ഒരു നീന്തൽ ഷോ ആണ്. ഞാൻ കിട്ടിയ അവസരം മുതലെടുത്തിട്ട് നീന്തി തുടിക്കുകയാണ് കുട്ടികളെ. ലഞ്ച് ടൈമായി. പുള്ളിക്കാരുടെ പരിപാടിയൊക്കെ നടത്തുക. എന്ത് കുക്കി ക്രംബിളോ അങ്ങനെ എന്തോ സാധനം ഉണ്ടായില്ലേ ബേട്ടാ? ഹായ്. സായു കഴിക്കോ? പാപ്പ കഴിക്കോ? കിട്ടലായിരിക്കല്ലോ. ന്യൂട്രല ഇല്ല, നല്ലതല്ലേ? അവളുടെ വായിൽ നിന്ന് കേൾക്കുമോ? ഈശ്വരൊക്കെ സായിയുടെ ഉറങ്ങൽ പരിപാടി തുടങ്ങി. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇനി ആശാനെ ഉറക്കണം. അവൾ ഈ തുളസിക്കതിർ എന്നുള്ള പാട്ട് കേട്ടിട്ടാണ് പണ്ടേ, അതായത് വാവയായിരിക്കുമ്പോഴേ അവൾ അങ്ങനെയാണ് ഉറങ്ങിക്കൊണ്ടിരിക്കണേ. ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞിട്ടും അവൾ ഇതേ പാട്ട് ചെയ്തിട്ടാണ് അതിൽ ഉറക്കണേ. ഉറക്കാനുള്ള ശ്രമമാണ് ഉറക്കത്തിനുള്ള നേരം. സായ പാസിഫയർ നോക്കല്ലേ അവള്? ഏയ് കണ്ടുപിടിക്കൂലെ? ഏയ് സായപ്പാ ഉറങ്ങണ്ടേ നമുക്ക്? താച്ചി താച്ചി
അന്ന് വൈകിട്ടായപ്പോഴത്തേക്കും അബിയേട്ടൻ്റെ സിസ്റ്റർ ഐഷു വന്നിട്ടുണ്ടായിരുന്നു, ഐഷും ഹസ്ബൻഡും. അപ്പോൾ അവർ കുറച്ച് ഫെസ്റ്റീവ് ഉടുപ്പുകളും കൊണ്ടാണ് വന്നത്. അത് ഇടിയിച്ചപ്പോഴുള്ള സീൻസാണിത്. എവിടെ ചുണ്ടലി, എവിടെ ചുണ്ടലി, ചായ ചുണ്ടലി എവിടെ? ഏയ് അതിലും അവളെ അവിടെ കൊണ്ട് നിർത്തണേ ഒന്ന്. എന്തിനാ? യെസ് യെസ്, വീഡിയോ ഉണ്ട്. അതെനിക്ക് അയക്കണേ അതിലും. സായേ തിരിച്ച് അവളെ, തിരിക്കുക അവളെ, ആതിരോ തിരിക്കുക അവളെ. എന്നാ അവിടെ ഫുൾ ലൈറ്റ് ഇടും. സായോ സായോ ഹായ്. എന്തേ ഏത് സുന്ദരി ആട് ചുണ്ടടി, ചുണ്ടടി എവിടെ? ചുണ്ടടി മേമ്മയുടെ ചുണ്ടടി എവിടെ? ചുണ്ടടി ചുണ്ടലി ഇங்கே. ഹായ് ഹലോ. ഉടുമ്മ പൊട്ടു തൊട്ടു, അമ്മയ്ക്ക് പൊട്ടു തൊട്ടു കൊടുത്തു. ഗുഡ് ഗേൾ. ഓഷ് അശ്വന് പുതിയ ഡ്രസ്സൊക്കെ കിട്ടി അവരെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. പക്ഷെ അവൾ ഇതിനകത്ത് നിന്ന് കണ്ണെടുക്കൂല. ഏയ് കള്ളി, ഏയ് കള്ളി, ഏയ് കാക്ക കള്ളി. സായുവേ കാക്ക ഉപദ്രവിക്കില്ല പോടാ. ഐഷുവും സഞ്ജുവും അന്ന് രാത്രി തന്നെ തിരിച്ചു പോയി, വീട്ടിലോട്ട് പോയി. ഞങ്ങൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് കിടന്നു. പിറ്റേന്ന് രാവിലെ 3 മണിക്ക് അവരുടെ ക്യാബ് വന്നു. 6:30-7 മണിക്കായിരുന്നു തോന്നുന്നു അവരുടെ ഫ്ലൈറ്റ്. വൈഷു എണീറ്റിരുന്നു, ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. ഞാൻ തലേന്ന് തന്നെ ഓക്കെ തച്ചാ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് അവരെ പാക്ക് ചെയ്ത് വിട്ടിട്ടാണ് കിടന്നത്. അങ്ങനെ അവർ1 മാസത്തേക്ക് നാട്ടിലോട്ട് പോയി. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.